ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പളവ് നിർബന്ധമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് മൈദ എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പൊങ്ങാനായിട്ട് വെച്ചതിന് ശേഷം വേണം മാവിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 ടീസ്പൂണാണ് കേട്ടോ ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് മൈദക്ക് ഈ ഒരു അളവ് നല്ല കറക്റ്റായിട്ട് തന്നെ പാകമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂട് പാലാണ് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു മിൽക്ക് ബണ്ണിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാല് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് നല്ല പോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതൊന്ന് അടച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും. ചൂട് സമയമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ തന്നെ മതി കേട്ടോ മാവ് പൊങ്ങി കിട്ടാൻ. തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ എന്തായാലും നമ്മൾ വെക്കണം. അപ്പോൾ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ഈ മാവൊന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് പൊങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വീട്ടിലുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്ക ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. നെയ്യും കൂടെ ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരകിയത് നമ്മൾ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചക്കായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 4 ബോളുകളായിട്ട് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഞാനിത് 2 ബണ്ണായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു 4 ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് വലിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 പകരം 1 ആക്കിയിട്ട് തന്നെ ചെയ്തെടുക്കുക. അതൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറുതോ വലുതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. നമുക്ക് പിന്നെ ചപ്പാത്തി കോൽ വെച്ചിട്ടൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. തേങ്ങ എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ഈസ്റ്റും നമ്മളെപ്പോഴും കൊണ്ടുവന്ന് വെക്കുന്ന സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചതിന് ശേഷം അടുത്ത ഒരു ഉരുളയും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരുന്ന സമയം തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഏത് രീതിയിലായാലും ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡി ആയി കിട്ടും കേട്ടോ. നമുക്ക് കേക്ക് വെക്കുന്ന അത്രയും സമയമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചും മുട്ട കലക്കിയതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഇതുപോലെ തടവി കൊടുത്താൽ മതി. നമ്മൾ ബേക്കായി വരുന്ന സമയത്ത് നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട കലക്കിയെടുത്തിട്ട് അതൊന്നാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം അതിന് മുകളിൽ ആ ചൂടോട് കൂടി തന്നെ കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നിങ്ങൾക്ക് പാനിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോക്കനട്ട് ബണ്ണാണ് കേട്ടോ അത്. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ബേക്കറിയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.